കേരളത്തിൽ വോട്ടിംഗ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയാണ് വോട്ടിംഗ് പൂർത്തിയായത്. എറണാകുളം ജില്ലയിൽ 70-ന് മുകളിലാണ് വോട്ടിംഗ് ശതമാനം. സിനിമാ താരങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ജില്ലയിലെ വിവിധ ബൂത്തുകളിലെത്തി സമ്മതിദാനം വിനിയോഗിച്ചത്. ജില്ലയിൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ 50%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. കൊച്ചി നഗരസഭയിലും 50% കവിഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പടിഞ്ഞാറൻ കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത പോളിംഗ് അനുഭവപ്പെട്ടു. UDF സ്ഥാനാർത്ഥിയാണ്. ഞാനിവിടെ മത്സരിക്കുന്നത് ഏണി ചിഹ്നത്തിലാണ്. നമുക്ക് 100% വിജയസാധ്യത ഉള്ള സീറ്റാണ്. സിറ്റിംഗ് സീറ്റ് ഓൾറെഡി ശ്രീമതി ലൈലാദാസ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. UDFിൻ്റെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൻ്റെ സീറ്റിൽ മത്സരിച്ച് ജയിച്ച സീറ്റാണിത്. അതുകൊണ്ട് 100% വിജയസാധ്യത തന്നെ ഞാൻ കാണുന്നു. എറണാകുളം SRV സ്കൂളിൽ ജില്ലാ കളക്ടർ G. പ്രിയങ്ക IAS-ഉം മാമംഗലത്ത് MP ഹൈബീഡനും സമ്മതിദാനം വിനിയോഗിക്കാനെത്തി. MLA-മാരായ KJ മാക്സി, P. രാജീവ്, ഉമാ തോമസ് എന്നിവരും വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ് മുണ്ടമ്പേലി സാന്താമരിയ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. അതായത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരായിരുന്നു. മുതിർന്ന വോട്ടർമാരായ കടയിരിപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 90 വയസ്സുകാരൻ CV തോമസ്, 96-കാരി ലൈസ, 89 വയസ്സുകാരി മറിയം ജോസഫ്, 77 വയസ്സുള്ള ഹനീഫ എന്നിവർ വിവിധ ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്തി. തീർച്ചയായിട്ടും നമുക്ക് വിജയം 100% ഉറപ്പാണെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മൾ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് എന്തായാലും നമുക്ക് 100% വിജയം ഉറപ്പായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കരിമാലൂർ സെറ്റിൽമെന്റ് ഗവൺമെന്റ് LP സ്കൂളിൽ പിതാവിനോടൊപ്പം പോളിംഗ് ബൂത്തിലെത്തിയ ജോവിൻ, മുണ്ടമ്പേലി ഈസ്റ്റ് 68-ാം ഡിവിഷൻ ബൂത്തിൽ മുത്തശ്ശിന്റെ കൂടെ എത്തിയ 4 വയസ്സുകാരൻ ആൾട്രിക് അന്തോണിയോ ബൂത്തിലെത്തിയത് കൗതുക കാഴ്ചയായിരുന്നു. ആദ്യം ലിസ്റ്റ് വന്നപ്പോ എന്റെ പേരുണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ച് ഇപ്രാവശ്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ പിന്നീട് എന്റെ ലിസ്റ്റ് പേര് വന്നായിരുന്നു. അപ്പൊ എനിക്ക് സന്തോഷമായി. ആദ്യം ജയിച്ചാലും സന്തോഷം. നാടിന് നല്ലത് ചെയ്യാം, എല്ലാവർക്കും നല്ലത് ചെയ്യാം. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.